ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച നമ്മളെ പരിപാടി തിരുവനന്തപുരത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം നമ്മളിവിടെ കറങ്ങി നമ്മൾ നാട്ടിലേക്ക് പോകാൻ നോക്കലാണ്. ഇപ്പോൾ രാവിലെ പുലർച്ചെ ഇപ്പോൾ 4:30 മണിയായി. 5:15 നമ്മളെ ട്രെയിന്. വന്ദേ ഭാരതാണ് നമ്മുടെ ട്രെയിന്. ആദ്യമായിട്ടാണ് നമ്മൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. അവ്യൂ നല്ല ഉറക്കത്തിലാണ് ഉള്ളത്. പിന്നെ ആതിര റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവ്യൂ അവിടെ ഉറങ്ങുന്നുണ്ട്. ഇവിടുന്ന് താമസ സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മളിത് ഇറങ്ങാൻ നോക്കലാണ്. ഈ ഒരു വ്ളോഗ് കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇത് നല്ലൊരു മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത് ലൈഫിൽ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ടാണ്. ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് ജോലി ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിച്ച് അത്രയും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു ജോലിയും അത്രയും വിലപ്പെട്ടതാണ്. ഇതിലും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വലുതാണ്. സ്വന്തം ഏണിങ്സ് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ഉണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇതൊന്നും ഒരു ഷോ ഓഫ് അല്ല. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അത് മോട്ടിവേഷൻ ആവുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വന്ദേ ഭാരത് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5:15 ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് കുടിവെള്ളം തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വായിക്കാനുള്ള ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷും മലയാളവും ന്യൂസ് പേപ്പറൊക്കെ അവൈലബിൾ ആണ്. അതിൽ വന്ദേ ഭാരത് നമ്മൾ പ്രധാനമായിട്ടും ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിലെ ഫുഡ്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതേപോലെ നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. 12:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂരെത്തും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ സ്നാക്ക് വന്നിട്ടുണ്ട്. ചോക്കോ പൈയാണ് സ്നാക്കിന് തന്നിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റൻറ്റ് ടീ മിക്സാണ്. രണ്ടാക്കും 2 ഫ്ലേവറാണ്. എനിക്കൊരു അദ്രക് ചായ, പിന്നെ ഇതിൽ ഒരു നോർമൽ ടീ ആണ്. പിന്നെ ഇതിൽ ട്രേ ഒക്കെ നമുക്ക് തരുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ ഏത് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് കിട്ടുക എന്നുള്ള ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ മിക്സ് ചെയ്യാനായിട്ട് നല്ല ചൂടുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്. അവ്യ നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നില്ല. കുറച്ച് കഴിയട്ടെ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ വരുമ്പോൾ കഴിക്കാനായിട്ട് അവനെ വിളിക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവന് വേണ്ട ചോക്കോ പൈ സ്നാക്ക് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ എൻ്റെ ചായയാണ് മിക്സ് ചെയ്തത്. അദ്രക് ടീ, അതായത് ഇഞ്ചി ചായ എനിക്കിഷ്ടപ്പെടുമോ എന്ന് ചോദിച്ച് കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ അതിൽ ഒരു പാക്കറ്റ് മാത്രമാണ്. അതിലെല്ലാ കാര്യങ്ങളും പാൽപ്പൊടിയും എല്ലാം മിക്സഡ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു പാക്കറ്റ് മാത്രം മിക്സ് ചെയ്താൽ മതി. ഈ രണ്ടാമത്തെ ചായേൻ്റെ അകത്ത് ടീ ബാഗും പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ വേറെ വേറെ പാക്കറ്റിലായിരുന്നു. അപ്പോൾ അത് 3 കൂടി മിക്സ് ചെയ്തു. ഇതിൻ്റെ കൂടെ നമുക്ക് ചോക്കോ പൈ കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സ്നാക്ക് ആയിരുന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, രാവിലെ തന്നെ വിശപ്പിലായതുകൊണ്ടാണെന്നറിയില്ല, രാവിലെ ആ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ചായ കുടിച്ച് നോക്കുകയാണ്. ആദ്യം കുടിച്ചപ്പോൾ എനിക്കൊരു അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ഫീലായിരുന്നു. പക്ഷേ കുടിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചായയായിരുന്നു. എനിക്കിട്ട് ചായ എനിക്ക് ഒരു ഇഞ്ചി ഫ്ലേവറുള്ള അദ്രക്കിൻ്റെ ചായയായിരുന്നു. അത് ആദ്യം കുഴിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പുറത്ത് ചെറിയ വെളിച്ചം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സൂര്യോദയത്തിൻ്റെ സമയമാണ്. എന്താണെന്നറിയില്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ആണ് ഇതിൽ നിന്ന് കാണാൻ പറ്റിയത്. സൺറൈസ് കാണാൻ ഞാൻ രാവിലെ എണീക്കാത്തതുകൊണ്ടോന്നൊന്നും അറിയില്ല, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. കായലും
പുഴകളും അതേപോലെ തന്നെ അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്ക് വന്ദേ ഭാരതിലെ ജനൽ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല വൈഡായിട്ട് നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടാകുമ്പോൾ വിളിക്കാട്ടാ, ഉറങ്ങിക്കോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചിപ്സാണിത്, അത് കഴിക്കുകയാണ്. പുറത്ത് നല്ല കിഡിലം വ്യൂ ആണ്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന വയലുകളാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര മഞ്ഞ് മൂടിയിട്ട് സൂപ്പർ വ്യൂ ആയിരുന്നു. അങ്ങനെ കോട്ടയമൊക്കെ എത്തിയപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കിട്ടിയതിൽ ഒരു വടയുണ്ടായിരുന്നു, അതേപോലെ നൂൽപുട്ട്, പിന്നെ കേസരി, വടക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ചട്നി, പിന്നെ മുട്ടക്കറി, ട്രോപ്പിക്കാനോൻ്റെ ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കാനായിട്ടുള്ള സ്പൂണ്, പിന്നെ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ ഒരു കിറ്റ് പോലെ. അങ്ങനെ അടുത്ത സെറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും 2 ഓപ്ഷനാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റും ഒരു ജെയിൻ മീലുമാണ്. അപ്പോൾ നോൺ വെജിലാണ് നമ്മുടെ ഈ നൂൽപുട്ടും മുട്ടക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ജെയിൻ മീല് ഒരു വെജ് ഐറ്റമാണ്. അപ്പോൾ അതിൽ പനീറിൻ്റെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ഒരു അപ്പം, പിന്നെ കേസരി, വട, അതൊക്കെ കോമൺ തന്നെ. ട്രോപ്പിക്കാനോൻ്റെ ആപ്പിൾ ജ്യൂസും. പനീറിൻ്റെ ഐറ്റംസ് ഏട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മുട്ടക്കറി ഞാൻ ഷെയർ ചെയ്തു.
കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കോഫി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാവലിംഗ് ടൈമിൽ നല്ല കോഫിയൊക്കെ കുടിച്ച് ഈ നല്ലൊരു വ്യൂ ഒക്കെ ആസ്വദിച്ചു. നല്ല വൈബായിരുന്നു. എവിടെ നാടിന് മരിക്കൂ രാത്രി കണ്ടാ ഇതാ അങ്ങനെ നമ്മൾ 3 ദിവസത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞ് ഒരു ദിവസത്തെ കറക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. വീട്ടിലെത്താറായി. അവ്യോ നല്ല ഉറക്കമുറങ്ങി അല്ല? ആ ജെസിവിയിലുണ്ട്. ഇല്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അവി ടാറ്റ പറഞ്ഞ? ഓക്കേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.